നെവിനെതിരെ അയാൾ കുറച്ച് നാളുകളായിട്ട് കുറേയധികം ആരോപണങ്ങൾ ആ പയ്യന്റെ നേരെ കാണിക്കുന്നുണ്ട്. അവന്റെ ഗെയിം സ്ട്രാറ്റജിയാണ് അവിടെ കളിക്കുന്നത്. അവന്റെ ഐഡന്റിറ്റി ഇൻ ദ സെൻസ് അവന്റെ ജെൻഡറോ ഒന്നും അവൻ അവിടെ റിവീൽ ചെയ്തിട്ടില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. പക്ഷെ പലവട്ടമായിട്ട് ഷാനവാസ് അയാളുടെ ഐഡന്റിറ്റി തോണ്ടി കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഷാനവാസ് പോടാ എന്ന് വിളിച്ചതിന്, അല്ലെങ്കിൽ പോടോ എന്ന് വിളിച്ചതിന്, പോടാന്നും വിളിച്ചില്ല, ഒന്ന് പോടോ എന്നാണ് നെവിൻ അയാളെ പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ. അപ്പോൾ ആഹാരത്തിന്റെ പ്രശ്നമാണല്ലോ അവിടെ. ആകെയുള്ളൊരു പ്രശ്നം ആഹാരത്തിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും ഇന്നേ വരെ ആ ഹൗസിലുണ്ടായി ഞാൻ കണ്ടിട്ടില്ല. സോ അതവിടെ നിൽക്കട്ടെ. പോടോ എന്ന് വിളിച്ചതിന് ഷാനവാസ് ചെറ്റെ എന്ന് വിളിച്ചു. പോടാ ചെറ്റെ എന്നാണ് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു, ചെറ്റത്തരം കാണിക്കുന്നവനെ ഞാൻ ചെറ്റേന്ന് വിളിക്കും. എന്ത് ചെറ്റത്തരമാണ് നെവിൻ അവിടെ കാണിച്ചത്? അയാൾക്ക് ഈ പോടോ എന്നുള്ള വിളി നമ്മുടെ കേരളത്തിൽ ഒരിക്കലും ഒരിടത്തും തെറിയായിട്ട് കണക്കാക്കുന്നതായി ഞാൻ കേട്ടിട്ടില്ല. നമ്മുടെ ഈ 14 ജില്ലകളിലും ഇതുവരെ പോടോ എന്ന് വിളിക്കുന്ന, പോടോ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം പ്രേക്ഷകരെ, പോടോ എന്ന് വിളിക്കുന്ന ഒരു തെറിയാണോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. പക്ഷെ ഷാനവാസിന് മാത്രം അത് വലിയ തെറിയാണ്. പോടോ എന്ന് വിളിച്ച കാലം തൊട്ടേ അയാൾ ഉടനെ ഒന്നെങ്കിൽ നിന്റെ കുടുംബത്തിലുള്ളവരെ പോയി വിളിക്കും, അല്ലെങ്കിൽ നിന്റെ തന്തയെ പോയി വിളിക്കും. പലരെ അയാൾ തന്തയ്ക്ക് വിളിച്ചിരിക്കുന്ന ഈ പോടോ എന്ന വിളിയിൽ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. ഈ നെവിൻ അയാള് പോടി എന്ന് വിളിച്ച് അപമാനിച്ചു. ഒരാളെ അങ്ങനെ കളിയാക്കുമ്പോൾ അവിടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന മഹതികളെന്നും പറഞ്ഞ് തലയുർത്തി പിടിച്ചിരിക്കുന്ന 2 നിപ്പുണ്ട് അവിടെ, ആദില അന്നൂറ. അവളുമാരെ പറഞ്ഞപ്പോൾ എന്തെല്ലാം പ്രഹസനങ്ങളായിരുന്നു. അതേപോലുള്ള അല്ലെങ്കിൽ മറ്റൊരു കമ്മ്യൂണിറ്റിയെ പ്രദാനം ചെയ്താണ് നെവിനെ അവിടെ എത്തിയെന്ന് പലവട്ടം പറഞ്ഞത്. അതായത് ഇങ്ങനെ അവൻ പലവട്ടം അതവിടെ പറഞ്ഞിട്ടുണ്ട് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഈ ആദിലയുടെ നൂറയുടെ വായിൽ എന്താ വെച്ചിരുന്നത്? അവളുമാർ അതിനൊന്നും പ്രതികരിച്ചിട്ടില്ല. അവിടെ അക്ബർ നിപ്പുണ്ടായിരുന്നു. അക്ബർ പക്ഷെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവനെ പോടിന്ന് വിളിച്ചതെന്ന്. അപ്പോൾ ഷാനവാസ് പറഞ്ഞ മറുപടി, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വിളിക്കും, നീ ആരാ ചോദിക്കാനെന്ന്. അങ്ങനെ അയാൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാൻ ബിഗ് ബോസ് ഹൗസ് സീസൺ 7 എന്ന് പറയുന്ന അയാളുടെ തറവാടല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും അവിടുത്തെ കോക്കണ്ടസ്റ്റുകൾ പ്രതികരിക്കാറില്ല. ഇപ്പോൾ നിൽക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ നിന്നൊരു പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രതികരിക്കുമായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴീ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ ടിക്കറ്റ് ടു ഫിനാലെ എത്തിയിട്ടും എല്ലാം മരവാഴ